സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഈ ഇസ്രയേൽ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ അയൺ ഡോം, അത് ഭാവിയിൽ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരു പരിപാടി ഇടുന്നു എന്ന് പറയുന്നു. സാർ, അത് ആ ടെക്നോളജി, ഇസ്രയേൽ ടെക്നോളജി ഇന്ത്യയിലേക്ക് കൈമാറാൻ ഇസ്രയേൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഇസ്രയേൽ ഇന്ത്യ ബന്ധത്തിൽ, അതായത് പ്രതിരോധ ബന്ധത്തിൽ നമുക്ക് എത്രത്തോളം ഉപകരിക്കും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇന്ത്യയിൽ ഇസ്രയേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ? ഇസ്രായേലിന്റെ വളരെ ഇഫക്റ്റീവ്, കാര്യക്ഷമതയുള്ള ഒരു ഡ്രോൺ പ്രതിരോധ അല്ലെങ്കിൽ പീരങ്കികളുടെ ഷെല്ലുകളെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് അയൺ ഡോം. ഈ അയൺ ഡോം ഹ്രസ്വദൂര മിസൈലുകളെയും അങ്ങനെയുള്ള എല്ലാ ആക്രമണങ്ങളെയും, അതായത് പീരങ്കി ഷെല്ലാക്രമണമാകട്ടെ, മോർട്ടാർ ഷെല്ലാക്രമണമാകട്ടെ, ഡ്രോൺ ആക്രമണമാകട്ടെ, റോക്കറ്റ് ആക്രമണമാകട്ടെ, ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന, വളരെ കാര്യക്ഷമതയോടെ പ്രതിരോധിക്കുന്ന, കഴിഞ്ഞ നിരവധി യുദ്ധങ്ങളിൽ അതിന്റെ മൂല്യം തെളിയിച്ച ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ആ അയൺ ഡോമിന്റെ ഭാഗമായിട്ടുള്ള താമർ ഇന്റർസെപ്റ്റർ മിസൈലുകളുണ്ട്. അതായത് ഈ അയൺ ഡോമിലെ ഭാഗമായിട്ട് ഒരു രാജ്യത്തേക്ക് കയറി വരുന്ന ആക്രമണത്തിന്റെ ഭാഗമായി ശത്രു വിക്ഷേപിക്കുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ പീരങ്കി ഷെല്ലാകട്ടെ, മോർട്ടാർ ഷെല്ലാകട്ടെ, ഡ്രോണുകളാകട്ടെ, അതുപോലെ തന്നെ റോക്കറ്റുകളാകട്ടെ, ചെറിയ മിസൈലുകളാകട്ടെ, ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഇന്റർസെപ്റ്റർ, ഇതിനെയൊക്കെ ചെന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിനെ തടുക്കുന്ന താമർ ഇന്റർസെപ്റ്റർ മിസൈൽ, ആ താമർ മിസൈല് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉള്ള സാധ്യത ഇസ്രായേൽ തേടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം എന്ന സ്വകാര്യ കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. റഫാൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ റഫാൽ ജെറ്റ് വിമാനങ്ങളുമായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. റഫാൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ ദസോൾട്ട് ആണ്. ഇത് ഇസ്രായേലിന്റെ മറ്റൊരു കമ്പനിയാണ് റഫാൽ. ആ റഫാലാണ് ഈ അയൺ ഡോം നിർമ്മിക്കുന്നത്. അയൺ ഡോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിന്റെ ഇന്റർസെപ്റ്റർ മിസൈലായ താമിർ. ആ താമിർ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉള്ള സാധ്യത അവർ തേടുകയാണ്. എന്തുകൊണ്ടാണത്? ഇപ്പോൾ താമർ മിസൈലുകൾ നിർമ്മിക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ പ്ലാന്റിലും അമേരിക്കയിലുമാണ്, US-ലുമാണ്. പക്ഷേ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ഈ താമർ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ചെലവ് വളരെ കുറയും. പലപ്പോഴും ഇന്റർസെപ്റ്റർ മിസൈലുകൾ അധികം ഒരു രാജ്യം ഉപയോഗിക്കാതിരിക്കുന്ന അതിന്റെ കനത്ത ചെലവാണ് അതിന്റെ കാരണം. ഇപ്പൊ 40 ലക്ഷം രൂപ വിലയുള്ള ഒരു ഡ്രോണിനെ തകർക്കാൻ 4 കോടി രൂപ വിലയുള്ള ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിച്ചാൽ അതൊരിക്കലും സാമ്പത്തികമായിട്ട് ആ യുദ്ധത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ശത്രുവിന്റെ ആയുധങ്ങളെ, ശത്രുവിന്റെ ഡ്രോണിനെയോ വിമാനത്തെയോ ഒക്കെ നശിപ്പിച്ചാലും ശത്രുവിന് അല്ല, നമുക്കായിരിക്കും ലാഭം, അല്ല നഷ്ടം. കാരണം നമ്മുടെ 4 കോടി രൂപ പോകും, അവന്റെ 40 ലക്ഷം രൂപയെ പോകുള്ളൂ. യുദ്ധത്തിന്റെ സമ്പദ്ഘടനയുണ്ട്, യുദ്ധത്തിനൊരു സാമ്പത്തിക വശവും. ആ സാമ്പത്തിക വശം അനുകൂലമാക്കണമെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇസ്രായേലിനെ ആകർഷിക്കുന്ന ഒരു ഘടകം. മറ്റൊന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പൊ ഇസ്രായേലുമായിട്ട് അത്ര അങ്ങ് രസത്തിലല്ല. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഒക്കെ പറയുന്ന അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് നിലനിൽപ്പില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. രണ്ട് സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിന്നും മാറിയിട്ട് ഇസ്രായേലിനെ ഒരു ആശ്രിതൻ എന്ന രീതിയിൽ അമേരിക്ക ട്രീറ്റ് ചെയ്യുന്നത് ഇസ്രായേലിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു സുഹൃത്തുക്കളെ അവർ തേടുകയാണ്. അപ്പൊ അവരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഒരു സുഹൃത്താണ് ഇന്ത്യ. ഇന്ത്യയില് ഇസ്രായേലിന്റെ നിരവധി ആയുധങ്ങൾ ഇപ്പോൾ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അതായത് ഈ എൽബിറ്റ് സിസ്റ്റംസ് എന്ന ഇസ്രായേലി കമ്പനി നിർമ്മിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോണുകളാണ്, കോമ്പാറ്റ് ആക്രമണ ഡ്രോണുകളാണ് ഹെർമീസ് 900ഉം
ഹെർമിസ് 450, ഈ രണ്ടും ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹെർമിസ് 900-ന് ദൃഷ്ടി 10 എന്ന ആണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പോ അത് ഈ കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന് വലിയ രീതിയിൽ നമ്മളിവിടെ ഇന്ത്യൻ കമ്പനി, അത് അദാനി സിസ്റ്റംസ് ആണ് അത് നിർമ്മിക്കുന്നത്. അദാനി എൽബിറ്റ്സ് എന്ന ഒരു ജോയിന്റ് കമ്പനിയാണ് ഇന്ത്യയിൽ ഈ ഹെർമിസ് 900 നിർമ്മിക്കുന്നത്. അവർക്ക് ഇസ്രായേലിന് അത് വലിയ പ്രയോജനം ചെയ്തു, ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ഹെർമിസ് ഡ്രോണുകള്. അപ്പൊ ഇന്ത്യയുടെ എത്ര ഉന്നത സാങ്കേതിക വിദ്യ ആയാലും അത് ഇന്ത്യക്ക് അത് നിർമ്മിക്കാനുള്ള, അത് പ്രായോഗിക തലത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് ഇന്ത്യക്ക് ഉണ്ടായെന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. അതായത് ഇന്ത്യയുടെ സ്കിൽഡ് മാൻ പവർ അത്രത്തോളം ഉണ്ടായെന്നുള്ളത് ഇസ്രായേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഹമാസുമായിട്ട് നടന്ന യുദ്ധത്തിനും അതിനുശേഷവും കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ 26% ഇന്ത്യയിൽ നിന്നാണ്, ആംസ് ആൻഡ് അമ്യൂണിഷൻ, ആയുധങ്ങളുടെയും പടക്കോപ്പുകളുടെയും കാര്യത്തിൽ. അപ്പോ ഇന്ത്യ വളരെ കാര്യക്ഷമതയുള്ള ഒരു സപ്ലൈ ചെയിൻ സംവിധാനം ഇസ്രായേലിന് രൂപപ്പെടുത്തി ഇസ്രായേലിന്റെ സപ്ലൈ ചെയിൻ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ് ഇസ്രായേലിന് അഭികാമ്യം. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അത് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് കൃത്യമായിട്ട് ഇസ്രായേലിന് നിർമ്മിച്ചു കൊടുക്കുന്നതിലാണെങ്കിലും ഒക്കെ ഇന്ത്യൻ കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വകാര്യ മേഖലയ്ക്കുള്ള ഒരു കഴിവ് അത് ഇസ്രായേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ താമിർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കാനായിട്ട് ഇസ്രായേല് താല്പര്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകള് അവർ പല കമ്പനികളുമായിട്ടും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ പാർട്ട്ണറെ തെരഞ്ഞെടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ, എനിക്ക് തോന്നുന്നു മാസങ്ങൾക്കുള്ളിൽ തന്നെ താമർ മിസൈൽ നിർമ്മിക്കാനുള്ള പാർട്ട്ണറെ ഇസ്രായേല് തെരഞ്ഞെടുക്കും. ആ താമർ മിസൈല് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് അത് നിർമ്മിക്കുന്നത്. അതിന്റെ ടെക്നോളജിയിൽ ഇസ്രായേലിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന് പങ്കുണ്ട്. അങ്ങനെ പല കമ്പനികളുമായിട്ട് ചർച്ച നടത്തിയെന്നാണ് ഞാൻ വാർത്തകൾ വന്നിരിക്കുന്നത്. അതില് ഇപ്പോ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ ഡിഫൻസ്, അതുപോലെ തന്നെ അദാനി സിസ്റ്റംസ്, ടാറ്റയുടെ കമ്പനിയെ, പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഇവരുമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചർച്ചകളുടെ അന്തിമ തീരുമാനം ആണ് പാർട്ട്ണർ എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ശരി, ഇന്ത്യയിലായിരിക്കും ഇനി ബഹുഭൂരിപക്ഷം താമർ മിസൈലുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇത് മറ്റൊരു സാധ്യതയും ഇവിടെ തെളിയുന്നത്, ഈ സംയുക്ത സംരംഭം, ഇന്ന് ഒരു ഇന്ത്യൻ കമ്പനിയും ഇസ്രായേലും ചേർന്നുള്ള ഈ സംയുക്ത സംരംഭം, ഇവര് മിസൈൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വേണ്ടി മാത്രമാവില്ല. ഇസ്രായേൽ ഭാവിയിലെ ഈ താമർ മിസൈൽ ഉൾപ്പെടുന്ന അയൺ ഡോം സിസ്റ്റം സുഹൃത്ത് രാഷ്ട്രങ്ങൾക്കും വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. ഇതുവരെ അവർ അത് അങ്ങനെ വിൽപ്പന നടത്തിയിരുന്നില്ല. പക്ഷെ ഇനി സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് അത് വിൽക്കാനുള്ള ഒരു നടപടിയിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മിസൈൽ എക്സ്പോർട്ടിങ്ങിനുള്ള ഒരു വലിയ സാധ്യത തെളിഞ്ഞു വരികയാണ്. അപ്പോ ഇത് നമുക്ക് വിലയേറിയ ഒരു ടെക്നോളജി നമ്മുടെ കൈവശം വരുമെന്ന് മാത്രമല്ല, ആ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ആയുധം എക്സ്പോർട്ട് ചെയ്ത് അതിന്റെ മുഖ്യ ലാഭം എടുക്കാൻ ഇന്ത്യൻ പാർട്ടിക്ക് കഴിയും. ഒരു വീതം ഇസ്രായേലിനും കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ വളരുന്ന പ്രതിരോധ മേഖലയുടെ ഒരു കുതിപ്പിലേക്കായിരിക്കും ഇത്തരം ടെക്നോളജികൾ നമ്മുടെ കൈവശം എത്തിച്ചേരുമ്പോഴുള്ളത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്ന ഈ വർഷം 38,000 കോടി രൂപയുടെ ആയുധങ്ങളും അമ്യൂണിഷൻ പടക്കോപ്പുകളുമാണ് നമ്മൾ കയറ്റി അയച്ചതെങ്കിൽ, ഈ വർഷം, ഈ സാമ്പത്തിക വർഷം, അതായത് 2026 ഏപ്രിൽ 1 തൊട്ട് 2027 മാർച്ച് 31 വരെയുള്ള നീളുന്ന സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പടക്കോപ്പ് കയറ്റുമതി 50,000 കോടി രൂപ കവിയുമെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അത് വളരെ വേഗം തന്നെ 2030 ആകുമ്പോഴേക്കും ഏതാണ്ട് 1 ലക്ഷം കോടി എന്നുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതിന് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഇത്തരം സാങ്കേതിക സഹകരണങ്ങൾ നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. സാർ, അപ്പോൾ ഒന്ന് ഇടപെടുകയാണ് സാർ, ഞാനിതിലൊന്ന് ഇടപെടുകയാണ് സാർ. അതായത് നമുക്കിതിൻ്റെ ഒരു ചുരുക്കെഴുത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്
ടെക്നോളജി സഹിതം കൈമാറുക എന്ന് പറയുമ്പോൾ അത് ആ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യം അത്ര കണ്ട് വലുത് എന്നുള്ളതല്ലേ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇന്ത്യ ഇസ്രായേൽ ബന്ധം എല്ലാ വെല്ലുവിളികൾക്കും അപ്പുറത്തുള്ള ഒരു ബന്ധമാണ്. ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ ഇസ്രായേല് നമുക്ക് നൽകിയ ഒരു ഓഫർ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈല് നമ്മൾ നിർമ്മിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് അവരെ ഇന്ത്യയെ വളരെ വിശ്വസ്തനായ ഒരു പങ്കാളിയായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഇന്ത്യ അവരെ അത്ര വലുതായിട്ട് സൗഹൃദം പുലർത്താതിരുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ നമുക്ക് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തിരുന്നു. 1998 കാലഘട്ടത്തിൽ ഈ കാർഗിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ള ടെക്നോളജി, അതുപോലെ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ സൈന്യം എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കോർഡിനേറ്റ്സ് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ നൽകിയിരുന്നു. അപ്പോൾ അന്ന് അവര് നമ്മൾ അത്ര വലിയ സൗഹാർദ്ദം പുലർത്താതിരുന്ന കാലഘട്ടത്തിൽ പോലും അവര് നമ്മളോട് 100% സൗഹൃദമാണ്. അവര് അതിന് കാരണമായി പറയുന്ന ചരിത്രാതീത കാലത്ത് പോലും ജൂതന്മാരെ സഹോദരന്മാരെ പോലെ കരുതിയ ഇന്ത്യൻ ജനതയുടെ സൗഹൃദത്തിനുള്ള ഒരു പ്രത്യുപകാരമാണ് അവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപാട് സമാനതകളുണ്ട്. രണ്ട് പൗരാണിക സംസ്കൃതികളാണ്. രണ്ട് മതങ്ങളും, ഹിന്ദുമതവും ജൂതമതവും ഒരിക്കലും മതം മാറ്റത്തിലൂടെ ആൾക്കാരെ കീഴടക്കാൻ ശ്രമിക്കാത്ത മതങ്ങളാണ്. അങ്ങനെ ഒരുപാട് സാമ്യങ്ങളുണ്ട്. രണ്ടുപേരും നേരിടുന്ന തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്ന രാഷ്ട്രങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ഭീകരതയ്ക്കും അതുപോലെ തന്നെ ഈ ഇന്നത്തെ ലോകത്തിൽ ഉയരുന്ന പുതിയ വെല്ലുവിളികൾക്ക് നേരെ ഒരുമിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ അയൺ ഡോം മാത്രമല്ല, അതിന്റെ വലിയ സംവിധാനങ്ങളായ പ്രതിരോധ സംവിധാനങ്ങളായ, അതായത് 300 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ മിസൈലുകളെ തകർക്കുന്ന ഡേവിഡ് സ്ലിങ് അല്ലെങ്കിൽ ആരോ 3, ഇതിന്റെയും ഒക്കെ തന്നെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇസ്രായേൽ ആലോചിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇസ്രായേൽ സംയുക്ത സംരംഭങ്ങൾ ലോകത്തിന്റെ ആയുധ മാർക്കറ്റിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വളരെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ വാർത്തകളും ഒക്കെ പുറത്തു വരുന്ന മുറയ്ക്ക് ഇതിന്റെ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സർ.